നമസ്കാരം. പ്രധാന വാർത്തകൾ. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. സംഭവത്തിൽ ഉൾപ്പെട്ട 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് SFI DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ 9-ന്. ജലോത്സവത്തിന് പരമാവധി സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് MP-യും MLA. ഭാരത് ഖേദ് മസ്ദൂർ യൂണിയൻ കുട്ടനാട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മങ്കൊമ്പ് തെക്കേക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. കറ്റാനം ഭരണിക്കാവ് സ്വദേശിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്കൂളിലെ 11ാം ക്ലാസ് വിദ്യാർത്ഥികളായ 6 പേർ ചേർന്ന് മർദ്ദിച്ചതായാണ് പരാതി. മർദ്ദനത്തിനിരയായ വിദ്യാർത്ഥിയുടെ പിതാവ് മാന്നാർ പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ സീനിയർ വിദ്യാർത്ഥികളായ 6 പേരെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എന്നാൽ സ്കൂൾ അധികൃതർ വിവരം മറച്ചുവെച്ചെന്നും കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചില്ലെന്നും മാതാപിതാക്കൾ ആരോപിച്ചു. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെ നവോദയ സ്കൂളിലെ സീനിയർ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ മുറിയിലാണ് സംഘം ചേർന്നുള്ള ക്രൂരമർദ്ദനം അരങ്ങേറിയത്. 11ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിളിക്കുന്നുവെന്ന് പറഞ്ഞ് ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി തന്നെ അവരുടെ ഹോസ്റ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. ഹോസ്റ്റൽ മുറിയിലെത്തിയതോടെ സീനിയർ വിദ്യാർത്ഥികൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും തെറ്റായ മറുപടി എന്നാരോപിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. കവിളത്ത് ആഞ്ഞടിക്കുകയും വയറ്റിലും പുറത്തും നെഞ്ചത്തുമൊക്കെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തതായി വിദ്യാർത്ഥി വെളിപ്പെടുത്തി. എന്നെ 11ുകാർ വിളിക്കുമെന്ന് പറഞ്ഞ് ഒരു 10ാം ക്ലാസ്സിലെ ചേട്ടൻ വന്നിട്ട് എന്നെ വിളിച്ചുകൊണ്ട് ഉദയഗിരി ഹൗസിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് 2 ചേട്ടന്മാർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചോദ്യത്തിനൊക്കെ ഉത്തരം പറഞ്ഞ സമയത്ത് എൻ്റെ കരണത്തടിച്ചു. എന്നിട്ട് എന്നെ വേറെ നടുക്കത്തെ ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് ഇങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഓരോരുത്തരുടെയും പേരൊക്കെ പറയാൻ പറഞ്ഞു. ഞാൻ ഓരോ പേര് തെറ്റിച്ചെന്നും പറഞ്ഞ് എൻ്റെ കർണത്ത് കുറേ വട്ടം അടിച്ച് പുറത്തും വയറ്റത്തും ഇടിച്ചു. ഇതിനു മുമ്പ് ഇതേപോലെ കുറേ വട്ടം റാഗിങ് കേസ് അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരെയും അവർ കുറേ തവണ മർദ്ദിച്ചു. ഞങ്ങൾ 6-7 പേര് 8ാം ക്ലാസ്സിൽ 6-7 പേരെയാണ് 11ാം ക്ലാസ്സിൽ 8-9 പേര് മർദ്ദിച്ചത്. മർദ്ദനമേറ്റ് ബോധം പറഞ്ഞ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിക്കാനോ വീട്ടുകാരെ വിവരം അറിയിക്കാനോ സ്കൂൾ അധികൃതർ തയ്യാറായില്ലെന്ന് പിതാവ് ആരോപിച്ചു. തൊട്ടടുത്ത ദിവസം ഹോസ്റ്റൽ വാർഡൻ പറഞ്ഞതനുസരിച്ച് സ്കൂളിലെത്തിയപ്പോഴാണ് മർദ്ദന വിവരം അറിയുന്നതെന്നും ഉടൻ തന്നെ ഗേറ്റ് പാസ് വാങ്ങി കുട്ടിയെ ആശുപത്രിയിലെത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയെന്നും പിതാവ് പറയുന്നു. തുടർന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുകയും മാന്നാർ പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകുകയും ചെയ്തു. സീനിയർ വിദ്യാർത്ഥിയായിട്ട് +1 പഠിക്കുന്ന പിള്ളേരുമായിട്ടൊരു വിഷയം ഉണ്ടായെന്നും അവിടെ വരെ എത്തണമെന്നും പറഞ്ഞിട്ട് സ്കൂളിൻ്റെ ഹൗസ് മാസ്റ്ററായ സാർ എന്നെ വിളിക്കുകയും അപ്പോൾ ഞാൻ സാർ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഇതുപോലെ മോനും +1 വിദ്യാർത്ഥികളുമായിട്ടൊരു ചെറിയ പ്രശ്നമുണ്ടായി സാർ, അതുകൊണ്ട് ഇവിടം വരെ വരണമെന്നാണ് പറഞ്ഞത്. ഞാൻ അത് വലിയ നിസ്സാരമായിട്ട് എടുത്ത് ചെറിയ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വലിയ വിഷയമായിട്ട് നമ്മൾ എടുക്കാതെ തന്നെ രാവിലെ എന്തായാലും അവിടം വരെ പോകാം എന്ന ഒരു ചിന്തയിൽ തന്നെ അവിടെ പോവുകയും അവരുമായിട്ട് സംസാരിച്ച് അവിടെ സ്കൂളിലെത്തിയപ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ഭയങ്കര പ്രശ്നമായിരുന്നു എന്നുള്ളതും മോന് ഇതുപോലെ തന്നെ അടികൊണ്ട് ബോധം കെട്ട ഒരവസ്ഥയിൽ പോവുകയും മറ്റുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ അടി കൊള്ളുകയും സ്കൂളിൻ്റെ ഭാഗത്തു നിന്ന് മോനെ അന്നത്തെ രാത്രി ദിവസം ഈ അടിയുണ്ടായി മോൻ ബോധം കെട്ട സമയത്ത് മോനെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസമാണ് ഞാനവിടെ ചെല്ലുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്നതും. അതിനുശേഷം ഞാൻ മോനെ പിന്നെ അവിടെ നിന്ന് ഗേറ്റ് പാസും എല്ലാം വാങ്ങിച്ച് മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ ചെക്കപ്പും എല്ലാം കഴിഞ്ഞ് മാന്നാർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചൈൽഡ് ലൈനിൽ അറിയിക്കുകയും ചെയ്തു. പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് ഈ കാര്യം ഞാൻ അതിന് പോകുന്നതിന് മുമ്പായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് നിങ്ങളുടെ മോൻ ഇവിടെ പഠിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ഭാഗത്തു നിന്നാണ് അവരുടെ ഒരു സംസാരം ഉണ്ടായത്. അപ്പം ഇത് ഇപ്പം പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും അവർക്ക് കർശനമായ നടപടി കൊടുക്കണമെന്നാണ് എനിക്ക്. പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായ റാഗിംഗ് സ്കൂളിൽ നടന്നിട്ടുണ്ടെന്നും തന്റെ കൂട്ടുകാർക്കും ഇത്തരത്തിൽ മർദ്ദനമേറ്റിട്ടുള്ളതായും വിദ്യാർത്ഥി പറഞ്ഞു. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ലെന്നും സീനിയർ ജൂനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇരുകൂട്ടരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നുവെന്നുമാണ് സ്കൂൾ അധികൃതർ നൽകുന്ന വിശദീകരണം. സംഭവവുമായി ബന്ധപ്പെട്ട് 11ാം ക്ലാസ് വിദ്യാർത്ഥികളായ 6 പേരെ സസ്പെൻഡ് ചെയ്തതായും അധികൃതർ അറിയിച്ചു.
ചെന്നിത്തല ജവഹർ നവോദയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവുമായി SFI DYFI പ്രവർത്തകർ. ഇരു സംഘടനകളിലെയും പ്രവർത്തകർ നവോദയ വിദ്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. SFI DYFI മാന്നാർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് നവോദയ വിദ്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. റാഗിംഗ് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം വമ്പിച്ച പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് CPIM മാന്നാർ ഏരിയ സെന്റർ അംഗം R സഞ്ജീവൻ പറഞ്ഞു. ഒരു 8ാം ക്ലാസ് വിദ്യാർത്ഥിയെ പ്ലസ് ടുക്കാരായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, ഏതാണ്ട് 8ന് മുകളിലുള്ള കുട്ടികൾ ചേർന്ന് അതിനിഷ്ഠൂരമായ രീതിയിൽ റാഗിയുണ്ട്. എന്നാൽ ആ അതിനിഷ്ഠൂരമായ റാഗിങ്ങിനെ മൂടിവെക്കുന്ന സമീപനമാണ് ഈ നവോദയ സ്കൂൾ മാനേജ്മെന്റ് സ്വീകരിച്ചത്. ഇവിടെ സ്കൂൾ തലത്തിലൊരു നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ മറ്റ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുവാനോ പോലീസിൽ പരാതി കൊടുക്കുവാനോ തയ്യാറാകാതെ നവോദയ സ്കൂൾ മാനേജ്മെന്റ്, നവോദയ സ്കൂൾ അധികൃതർ, നവോദയ സ്കൂൾ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധ്യാപകർ, നവോദയ സ്കൂളിലെ ജീവനക്കാർ ഇത് മൂടിവെക്കുന്ന സമീപനം സ്വീകരിക്കുകയുണ്ടായി. ഇതൊരു കാരണവശാലും അംഗീകരിക്കുവാൻ കഴിയുകയില്ല. DYFI ബ്ലോക്ക് പ്രസിഡന്റ് അരുൺ മുരുകൻ, ബ്ലോക്ക് സെക്രട്ടറി അരുൺ കൃഷ്ണ, SFI ഏരിയ സെക്രട്ടറി ഷാരോൺ P. കുര്യൻ, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K. പ്രശാന്ത് കുമാർ, ബെർസി ജിനു, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K. വിനു, ഗോപൻ, DYFI ഏരിയ കമ്മിറ്റി അംഗങ്ങളായ നിതിൻ കിഷോർ, ദിവ്യ എന്നിവർ സംസാരിച്ചു. മൂലം ജലോത്സവത്തിന് പരമാവധി സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് തോമസ് K. തോമസ് MLAയും കൊടിക്കുന്നിൽ സുരേഷ് MP. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന മൂലം ജലോത്സവം എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. 400-ലധികം വർഷം പഴക്കമുള്ള മൂലം ജലോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും തുക അനുവദിക്കുന്നതിന് പ്രത്യേക അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഉത്തരവ് ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. പൊതുജന പങ്കാളിത്തത്തോടെ മൂലം വള്ളംകളി നടക്കുന്നതിന് എല്ലാവരുടെയും പരിപൂർണ പിന്തുണ അഭ്യർത്ഥിക്കുന്നതായും MLA പറഞ്ഞു. ചമ്പക്കുളം വള്ളംകളി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതിനെ മുഖ്യമന്ത്രി ആലപ്പുഴ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് വിഷയം അവതരിപ്പിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞു എനിക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, ഓഫീസുമായിട്ടൊന്ന് ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. 25 ലക്ഷം രൂപ ഗ്രാൻഡ് അനുവദിക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ലെറ്റർ കൊടുത്തു. അത് ഫൈനാൻസ് മിനിസ്റ്ററിനോട് ചോദിച്ചു ഇതിലൂടെ ഒന്ന് കുറയ്ക്കാം, ഇത്ര കുറയ്ക്കേണ്ടത് പിന്നെ 15 ലക്ഷം രൂപ എങ്കിലും തരണമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തു. തരാമെന്നവർ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിഷയത്തിലുള്ള സർക്കാരിൽ നിന്നും പരമാവധി സഹായം ലഭിക്കുന്നതിനായി ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെടുമെന്നും മന്ത്രിയുമായുള്ള വ്യക്തിപരമായ ബന്ധം ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. മൂലം വള്ളംകളി ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് അടുത്ത തലമുറയ്ക്ക് കൂടുതൽ മികവോടെ കൈമാറണമെന്നും MP പറഞ്ഞു. 2025 വർഷത്തെ ആദ്യത്തെ വള്ളംകളിയാണ് മൂലം വള്ളംകളി. എല്ലാ വള്ളംകളികളുടെയും തുടക്കം എന്ന് പറയുന്നത് ചമ്പക്കുളത്തെ മൂലം വള്ളംകളി തന്നെ. തുടങ്ങുമ്പോഴാണ് വള്ളംകളിയോട് പെരുമഴക്കാലം നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ തുടക്കം മൂലം വള്ളംകളിയാണ്. അവിടെ നിന്നുണ്ടാവുന്ന ആവേശവും ആ മത്സരത്തിൽ മൂലം വള്ളംകളിയിൽ ഉണ്ടാകുന്ന ആവേശമാണ് അവിടെ നിന്നുണ്ടാവുന്ന ഒരു ആരോഗ്യപരമായ മത്സരവും അതിന്റെ സ്പിരിറ്റുമാണ്. തുടർന്ന് അങ്ങോട്ടുള്ള നെഹ്റു ട്രോഫി അടക്കമുള്ള വള്ളംകളികൾക്ക് ആവേശം പകരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, വൈസ് പ്രസിഡന്റ് MS ശ്രീകാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TG ജലജകുമാരി, മിനി മന്മഥൻ നായർ, മുൻ MLA KK ഷാജു, വർഗീസ് വെല്യാക്കൽ, ബെന്നി, ജയപ്രകാശ്, കുട്ടനാട് തഹസിൽദാർ സുധി, KG അരുൺകുമാർ, B ലാലി, ജിജോ നെല്ലുവേലി, ജോസ് കാവനാട്, ജോപ്പൻ ജോയ് വാരിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു.
സുഹൃത്തുക്കൾ മർദ്ദിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ കുട്ടനാട്ടിൽ യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. പ്രതികളെ അറസ്റ്റ് ചെയ്തു. കാവാലം പഞ്ചായത്ത് 13-ാം വാർഡ് കുന്നുമ്മ മണ്ണുശ്ശേരി വീട്ടിൽ സലിലാനന്ദന്റെ മകൻ സുരേഷ് കുമാറാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. സംഭവത്തിൽ കുന്നുമ്മ ഐശ്വര്യഭവനിൽ യദുകുമാർ, കുന്നുമ്മ കൈനിലം വീട്ടിൽ ഹരികൃഷ്ണൻ എന്നിവരെയാണ് പുളിങ്കുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ജൂൺ 2-നാണ് സുരേഷ് മരിച്ചത്. മുൻ വൈരാഗ്യമാണ് അക്രമത്തിന് കാരണമെന്ന് പോലീസ് അറിയിച്ചു. ഏപ്രിൽ 20-ന് കാവാലത്ത് ഷാപ്പിൽ ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. ഇൻസ്പെക്ടർ KB ആനന്ദബാബു, സബ് ഇൻസ്പെക്ടർ KU ബിനു, ASI സജിത് കുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഭാരത് ഖേദ് മസ്ദൂർ യൂണിയൻ കുട്ടനാട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മങ്കൊമ്പ് തെക്കേക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMU സംസ്ഥാന കമ്മിറ്റി അംഗം B ലാലി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എല്ലാത്തിനും എന്തിനും പോകുന്നതിനും എല്ലാത്തിനും എന്തിനു വേണ്ടി ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കടക്കം അല്ലെ കേന്ദ്രത്തിൽ സർവീസിലിരിക്കുന്ന ജീവനക്കാർക്കടക്കം എല്ലാ വർഷവും ആ UGC അല്ലെങ്കിൽ അതിന്റെ ശമ്പളത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുന്നുണ്ട്, അവർക്ക് മറ്റു കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ ഈ തൊഴിലാളി വർഗത്തിന് അവർക്ക് കേരളത്തിൽ അല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളിലും അവർക്ക് ദേശീയം നടപ്പിലാക്കുന്നതിന്റെ പേരിൽ അവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല. ഇപ്പൊ ഇത്രയും കിട്ടുന്നത് ഈ കേരളത്തിലായതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പെൻഷൻ 1600 നിന്ന് 6000 രൂപ വർദ്ധിപ്പെടുന്ന പ്രധാനപ്പെട്ട ആവശ്യമാണ് BKMU ഉന്നയിക്കുന്നത്. 2005-ൽ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണാന്തരങ്ങളിൽ അതായത് ദേശീയ തലത്തിൽ ഒട്ടുക്കെ തൊഴിൽ രഹിത വേതനം എന്ന ക്രമത്തിൽപ്പെടുത്തിക്കൊണ്ട് പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികൾക്കും അവർക്കൊരു ജീവിത പുരോഗതി ഉണ്ടാകട്ടെ എന്ന തരത്തിൽ കൊണ്ടുവന്ന 2005-ൽ കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി, ആ തൊഴിലുറപ്പ് പദ്ധതി ഇപ്പൊ വേണ്ടത്ര തരത്തിൽ മുന്നോട്ട് പോകാൻ കേന്ദ്ര ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല. തൊഴിലാളികൾക്ക് സമഗ്ര ദേശീയ നിയമം കൊണ്ടുവരിക, സ്വകാര്യ മേഖലകളിൽ SC ST OBC സംവരണം നടപ്പിലാക്കുക, ജാതി സെൻസസ് നടത്തുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം 700 രൂപയായി ഉയർത്തുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 6000 രൂപ ആക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. BKMU മണ്ഡലം പ്രസിഡന്റ് സതീഷ് KM അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി EK തങ്കപ്പൻ, AJ കുഞ്ഞുമോൻ, TS സുരേഷ്, ബിജോ ജോസഫ്, PM മഹേശ്വരൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണന നാൾക്കുനാൾ വർദ്ധിക്കുകയാണെന്ന് NCPS സംസ്ഥാന അധ്യക്ഷൻ തോമസ് K തോമസ് MLA. പാർട്ടി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മങ്കൊമ്പിൽ സംഘടിപ്പിച്ച സ്ഥാപക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി കേരളത്തിൽ ശക്തിപ്പെടും, ആ ഒരു അംഗീകാരത്തിലേക്ക് വരും. 2026 തിരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ NCPക്ക് MLA കാണും, NCPക്ക് മന്ത്രിയും. അതെ, നമുക്കാർക്കും സംശയമില്ല മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ആരൊക്കെ എത്ര ബഹളം വെച്ചാലും കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഗവൺമെൻറ്, ഇല്ലേ? അപ്പം കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്കരനായ മുഖ്യമന്ത്രി. ജനകീയമായ ചെറുത്തുനിൽപ്പിലൂടെ ആത്യന്തികമായ ശരി ജനങ്ങൾ തന്നെയാണെന്ന് കേന്ദ്രത്തെ ബോധ്യപ്പെടുത്താനുള്ള പോരാട്ടത്തിൽ NCPS മുൻപന്തിയിലുണ്ടാകുമെന്നും പാർട്ടിയെ കേരളത്തിൽ ശക്തിപ്പെടുത്തുമെന്നും തോമസ് K തോമസ് പറഞ്ഞു. ചടങ്ങിൽ ആസിഫ് അലി അധ്യക്ഷത വഹിച്ചു. സംഘടനാ ചുമതലയുള്ള സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി റഷീദ് നമ്പിലശ്ശേരി, സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ VT രഘുനാഥൻ നായർ, പ്രസന്നൻ പിള്ള, ജോമി ചെറിയാൻ, സുബിൻ വർഗീസ്, റോജ C മാത്യു, നാഷണൽ മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുലോചന തമ്പി, ഷേർലി തോമസ്, സോബി മാത്യു, SK മോഹനകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വികസിത് കൃഷി സങ്കൽപ് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ഹോംസ്റ്റെഡ് ഫാമിംഗ് എന്ന വിഷയത്തിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ഹാളിൽ കാർഷിക സെമിനാർ നടത്തി. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മുതൽ 4:30 വരെയായിരുന്നു സെമിനാർ. കൃഷി ഓഫീസർ ബിജു P സ്വാഗതം പറഞ്ഞു. കുമരകം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ G ജയലക്ഷ്മി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആശ V പിള്ള, അക്വാകൾച്ചർ സയന്റിസ്റ്റ് ഡോക്ടർ ഹഫീഫ് റോഷൻ, ഡോക്ടർ VA മുഹമ്മദ് നിസാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. അതുപോലെ പല ടെക്നിക്സും നമുക്ക് ചെയ്യാം. പിന്നെ
മാവിൽ ഒരെണ്ണം വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്കൊരു നാടൻ മാവുണ്ടെങ്കിൽ അതിന് മുകളിൽ ഓരോ ബ്രാഞ്ചിൽ 4-5 വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത് അങ്ങനെ ചെയ്യാവുന്നതാണ്. പ്ലാവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റിയ വിയറ്റ്നാമിൽ തുടങ്ങിയ പെട്ടെന്ന് കായ്ക്കുന്ന 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനങ്ങളുണ്ട്. അതുപോലെ ഇതുണ്ട്. അപ്പം ഞാൻ കൂടുതലായിട്ട് സ്പൈസസിനെ ഫോക്കസ് ചെയ്ത് പറയുന്നത് ആ സ്ഥാപനത്തിനുള്ളതാണ്. സ്പൈസസിന്റെ കേസിൽ നമുക്ക് പ്രധാനമായും നമ്മുടെ സ്പൈസ് എന്ന് പറയുന്നത് കുരുമുളക്. കുരുമുളക് നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റുമോ? അറിയായിരിക്കും അല്ലേ? ബുഷ് പെപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബുഷ് പെപ്പർ എന്ന് വേറെ ഇനമല്ല, നിങ്ങൾക്കറിയാം, ഭൂരിഭാഗം പേർക്കും അറിയാം. അതായത് ഇപ്പൊ ടൗണായി പണ്ടത് ഗ്രാമീണ പ്രദേശമായിരുന്നു. അപ്പോ ഈ ഏരിയയിൽ നമ്മുടെ ഏത് കുരുമുളക് നമുക്ക് ബുഷ് പെപ്പർ ആക്കി മാറ്റാൻ പറ്റും. അതിന്റെ കുരുമുളകിന് 2-3 ടൈപ്പ് തലകളുണ്ട്. പായിപ്പാട് കൃഷി ഓഫീസർ ആൽബി ജോൺ, BK ശരത്ചന്ദ്രൻ, V ശ്രീജ, പാടശേഖര സമിതി ഭാരവാഹികൾ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ, കർഷകർ എന്നിവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് ജ്വല്ലറി കളക്ഷൻസിന് വേണ്ടി ഞങ്ങളിപ്പോ ഇന്റർനെറ്റിൽ നോക്കി സമയം കളയാറില്ല. അതെ, ഞങ്ങൾക്ക് ഇടിമണ്ണിക്കല്ല കല്യാണം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കല കല്യാണം. വാർത്തകൾ തുടരുന്നു. ഇന്നലകളിൽ ഇന്ന്. ഇന്നേ തീയതിയിൽ കഴിഞ്ഞ കാലത്തിന്റെ നാൾ വഴികളിലെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് ഒരു ലഘു വിവരണം. ഇന്നലകളിൽ ഇന്ന്. ജൂൺ 11 ലോക ചലച്ചിത്ര ചരിത്രത്തിലെ അത്ഭുതമായിരുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം E.T. ദ എക്സ്ട്രാ ടെറസ്ട്രിയൽ റിലീസ് ചെയ്തു. വിഖ്യാത സംവിധായകൻ സ്റ്റീഫൻ സ്പിൽബർഗ് ആയിരുന്നു ചിത്രത്തിന്റെ സംവിധാനവും സഹനിർമ്മാതാവും. കാതലിൻ കെനഡി ആയിരുന്നു മറ്റൊരാൾ. മെലിസ മാത്തിസൺ ആണ് കഥാരചന. ഭൂമിയിൽ കുടുങ്ങിപ്പോയ ഒരു അന്യഗ്രഹ ജീവിയുമായി സൗഹൃദത്തിലാകുന്ന ഏലിയറ്റ് എന്ന ആൺകുട്ടിയുടെ കഥയാണ് ചിത്രം പറയുന്നത്. 1980 സ്പിൽബർഗ് മാത്തിസണെ കണ്ടുമുട്ടുകയും E.T. ആൻഡ് മീ എന്ന പേരിൽ തിരക്കഥയുടെ ആദ്യ ഡ്രാഫ്റ്റ് 2 മാസത്തിനുള്ളിൽ തയ്യാറാക്കുകയും ചെയ്തു. എന്നാൽ കൊളംബിയ പിക്ചേഴ്സ് ഈ പ്രൊജക്ട് നിരസിച്ചു. ചിത്രത്തിന്റെ വാണിജ്യ സാധ്യതകളെ അവർ സംശയിച്ചതായിരുന്നു കാരണം. പിന്നീട് യൂണിവേഴ്സൽ പിക്ചേഴ്സ് $1 മില്യൺ സ്ക്രിപ്റ്റ് വാങ്ങി. $10.5 മില്യൺ ബജറ്റിലാണ് ചിത്രം നിർമ്മിച്ചത്. 1977 റിലീസ് ചെയ്ത സ്റ്റാർ വാർസ് എന്ന ചിത്രത്തെ മറികടന്ന് എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായി E.T. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടി. പിന്നീട് 11 വർഷം സ്പിൽബർഗിന്റെ തന്നെ ജുറാസിക് പാർക്ക് അതിനെ മറികടക്കും വരെ ഈ റെക്കോർഡ് ചിത്രം നിലനിർത്തി. ഇതുവരെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും മികച്ചതും സ്വാധീനമുള്ളതുമായ ചിത്രങ്ങളിലൊന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. അക്കാദമി അവാർഡുകളിൽ 9 നോമിനേഷനുകൾ, 5 സാറ്റേൺ അവാർഡുകൾ, 2 ഗോൾഡൻ ഗ്ലോബ് അവാർഡുകൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഈ ചിത്രം 3 വട്ടം റിലീസും ചെയ്തു. 40ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി 2022 3ാം റിലീസ് നടന്നത്. കടലിലെ ആവാസ വ്യവസ്ഥ തകർത്ത് ആഴക്കടൽ മണൽ ഖനനത്തിനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കപ്പൽ അപകടങ്ങളുടെ കാര്യത്തിൽ മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുന്നതെന്ന് സംശയമുണ്ടെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. നാശനഷ്ടവും തൊഴിൽ നഷ്ടവും കണക്കിലെടുത്ത് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യം. 643 കണ്ടെയ്നറുകളെന്നും 640 കണ്ടെയ്നറുകളെന്നും വ്യക്തതയില്ലാതെ ഇപ്പോഴും നിൽക്കുകയാണ്. എന്തു തന്നെയാണെങ്കിലും അത്രയും കണ്ടെയ്നറുകൾ മറിഞ്ഞു. നമ്മുടെ തീരത്താണ് മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. ഒരു വള്ളക്കാർക്ക് 1000 കിലോയോളം വല ഈ കണ്ടെയ്നറിൽ തട്ടിക്കീറിപ്പോയി. 1 കിലോ വലയ്ക്ക് 543 രൂപ വേണം. 2200 കിലോ വലയിൽ 1000 കിലോ വലയോളം കീറിപ്പോവാന്ന് പറയുമ്പോൾ അവരുടെ പ്രയാസം ഒന്ന് ഓർത്തുപോയി. കൃത്യമായി പണിക്ക് പോകാൻ കഴിയുന്നില്ല. മത്സ്യം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക നിന്നു. അപ്പോൾ കപ്പലപകടത്തെ തുടർന്ന് കടലിലെ ആവാസ വ്യവസ്ഥ തകർത്ത് ആഴക്കടൽ മണൽ ഖനനത്തിന് നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ കാര്യത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാക്കുന്നതെന്ന്
മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ആശങ്കയോടുകൂടി ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിക്കുകയാണ്. കേരള തീരത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കപ്പൽ അപകടം കടുത്ത ആശങ്കയും ഭീതിയും ഉളവാക്കുന്നതായി അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ്. കാലവർഷക്കെടുതിയും കടൽക്ഷോഭവും ദുരിതത്തിലാക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കപ്പൽ അപകടം ഉപജീവന മാർഗം പാടെ തകർക്കുന്നതും തീരാക്കടത്തിലേക്ക് തള്ളിവിടുന്നതുമാണ്. കപ്പൽ അപകടത്തെ നിയമപരമായി നേരിടുന്നതിൽ വിമുഖത കാട്ടുന്ന സർക്കാർ 12 നോട്ടിക്കൽ മൈലിനപ്പുറമാണ് അപകടം എന്ന വ്യാഖ്യാനം നടത്തുന്നത് ന്യായമല്ല. കപ്പൽ അപകടത്തിന്റെ ദുരന്തം പേറുന്നത് കേരളത്തിന്റെ കടലോരവാസികളും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുമാണ്. ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ ട്രോളിംഗ് ബോട്ടുകളുടെയും വള്ളങ്ങളുടെയും വലയും റോപ്പുകളും മറ്റും കണ്ടെയ്നറുകൾ തട്ടി അറ്റുപോയത് ഭീമമായ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് സീസൺ ജോലി നടക്കേണ്ട ഈ മൺസൂൺ കാലത്തും മത്സ്യബന്ധന യാനങ്ങളുടെ ഉടമകളും തൊഴിലാളികളും കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. കേരള തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടവും തീരപ്രദേശത്തുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും മുഖവിലക്കെടുക്കാതെയാണ് സംസ്ഥാന സർക്കാർ 1000 രൂപയും 6 കിലോ അരിയും പ്രഖ്യാപിച്ചത്. മത്സ്യബന്ധന അനുബന്ധ തൊഴിലാളികളോടുള്ള സർക്കാരിന്റെ കടുത്ത അവഗണനയായിട്ടാണ് ഈ പ്രഖ്യാപനത്തെ മത്സ്യത്തൊഴിലാളി സമൂഹം നോക്കിക്കാണുന്നത്. കപ്പൽ അപകടത്തെ തുടർന്ന് സർക്കാർ നടത്തുന്ന അനുരഞ്ജന ശ്രമം എന്തിനു വേണ്ടിയാണെന്നും ആർക്കു വേണ്ടിയാണെന്നും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ അധീനതയിലുള്ള 12 നോട്ടിക്കൽ മൈൽ പ്രദേശത്ത് കണ്ടെയ്നറുകൾ എവിടെയെല്ലാം ഉണ്ട് എന്നതിനെ സംബന്ധിച്ച് മാപ്പിംഗ് നടത്തി GPS നമ്പറുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളിലും എത്തിക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയിംസ് ചിങ്കുത്തറ, AR കണ്ണൻ, ജില്ലാ പ്രസിഡന്റ് ബിനു പൊന്നൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായഹസ്തവുമായി ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുട്ടനാട്ടിൽ ദുരിതാശ്വാസ കിറ്റുകൾ എത്തിച്ചു തുടങ്ങി. കുട്ടനാട്ടിലും സമീപ പ്രദേശങ്ങളിലുമായി വിവിധ ക്ലബ്ബുകളിലൂടെ 12.5 ലക്ഷത്തിലധികം രൂപയുടെ കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318B ഗവർണർ R വെങ്കടാചലം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫൗണ്ടേഷൻ സഹായം അനുവദിച്ചത്. ഗവർണർ R വെങ്കടാചലം, ക്യാബിനറ്റ് സെക്രട്ടറി VK സജീവ്, ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം, അഡ്മിനിസ്ട്രേറ്റർ PC ചാക്കോ, സോൺ ചെയർമാൻ സുരേഷ് ബാബു, EI രാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷ്യധാന്യം, വസ്ത്രങ്ങൾ എന്നിവ അടങ്ങിയ കിറ്റുകൾ ക്ലബ്ബുകളിൽ എത്തിക്കുന്നത്. എടത്വ ടൗൺ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ V ഇഡിക്ലോയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ രൂപരേഖ തയ്യാറാക്കുമെന്ന് മന്ത്രി ബിൽബി മാത്യു കണ്ടത്തിൽ അറിയിച്ചു. 2025 CBC വാരിയർ ഫൗണ്ടേഷൻ പുരസ്കാരം അഡ്വക്കേറ്റ് CS സുജാതയ്ക്ക് നൽകുവാൻ തീരുമാനിച്ചു. ജൂൺ 19 രാവിലെ 10 മണിക്ക് ഹരിപ്പാട് S&S ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളം കൊണ്ട ഏറ്റവും പ്രഗത്ഭനായ പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവും മികച്ച വാഗ്മിയും ജനനേതാവുമായിരുന്ന CBC വാരിയർ നിര്യാതനായിട്ട് ജൂൺ 17 12 വർഷം തികയുന്നു. CBC വാരിയറുടെ സ്മരണ നിലനിർത്തുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് CBC വാരിയർ ഫൗണ്ടേഷൻ. CBC വാരിയർ സ്മൃതി 2025 എന്ന പരിപാടി ജൂൺ 17, 18, 19 തീയതികളിലായി ആചരിക്കുന്നു. ഫൗണ്ടേഷന്റെ 7ാമത് പുരസ്കാരം വനിതാ വിമോചന പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം നടത്തിവരുന്ന മുൻ പാർലമെന്റ് അംഗം കൂടിയായ അഡ്വക്കേറ്റ് CS സുജാതയ്ക്ക് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ, ഏറ്റവും ജനകീയനായ ഒരു പാർലമെന്റേറിയനും ട്രേഡ് യൂണിയൻ നേതാവും ഒക്കെ ആയിരുന്ന CBC വാരിയറുടെ പേരിലുള്ള അവാർഡ് ഇത്തവണ ശ്രീമതി CS സുജാതയ്ക്കാണ് നൽകുന്നത്. 7ാമത്തെ അവാർഡാണിത്. 50,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ്. സുജാതയെ ആലപ്പുഴക്കാർക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. മറ്റെല്ലാ മേഖലകളിലും വിദ്യാർത്ഥി പ്രസ്ഥാന കാലം മുതൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്ന് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. മികച്ച പാർലമെന്റേറിയനായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പ്രതിഭാ പുരസ്കാര സമർപ്പണവും മുൻമന്ത്രി G സുധാകരൻ വിദ്യാഭ്യാസ അവാർഡ് ദാനവും നിർവഹിക്കും.
CPIM ജില്ലാ സെക്രട്ടറി R. നാസർ അധ്യക്ഷനാവും. CB ചന്ദ്രബാബു, അഡ്വക്കേറ്റ് K. പ്രസാദ്, KH ബാബുജാൻ, KG രാജേശ്വരി തുടങ്ങിയവർ സംസാരിക്കും. M. സത്യപാലൻ, R. പാർവതിദേവി, ഡോക്ടർ ബിച്ചു X. മലയിൽ, G. രവീന്ദ്രൻപിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സൈക്കിളിൽ നാടു ചുറ്റുന്ന ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി രാമുവിനെ പരിചയപ്പെടാം. ഇന്ത്യയിലും നേപ്പാളിലുമായി കഴിഞ്ഞ 2.5 വർഷത്തിനിടെ രാമു സഞ്ചരിച്ചത് 50,000-ലധികം കിലോമീറ്റർ. കേരളത്തിലെത്തിയ ഈ 19കാരൻ ഇപ്പോൾ ശബരിമലയിലേക്കുള്ള യാത്രയിലാണ്. 10ാം ക്ലാസ് പഠനത്തിന് ശേഷം സൈക്കിളുമെടുത്ത് 17ാം വയസ്സിൽ നാടു കാണാൻ ഇറങ്ങിയതാണ് ആന്ധ്രാപ്രദേശ് വിശാഖപട്ടണം സ്വദേശി രാമു. 2022 ഒക്ടോബർ 6 തുടങ്ങിയ യാത്രയാണ്. 2.5 വർഷം കൊണ്ട് പയ്യൻ ചവിട്ടിക്കയറിയത് 50,000-ലധികം കിലോമീറ്റർ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലൂടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയും യാത്ര ചെയ്തു. അയൽരാജ്യമായ നേപ്പാളും കണ്ടു. മഹാനഗരങ്ങളിലെ തിരക്കുകളിലൂടെയും ഗ്രാമവീഥികളിലെ ശാന്തതയിലൂടെയും അവന്റെ ചവിട്ടുവണ്ടി സഞ്ചരിച്ചു. രാജസ്ഥാൻ മരുഭൂമിയിലും ഗോവൻ കടൽ തീരത്തുമെല്ലാം ആ സൈക്കിൾ എത്തി. കേദാർനാഥിലെയും അമർനാഥിലെയും കയറ്റങ്ങൾ ചവിട്ടിക്കയറി. ഒടുവിൽ തിരികെ ഇറക്കമിറങ്ങി കേരളത്തിലേക്ക്. ഒരു സ്ഥലത്തെത്തിയാൽ അവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കൊപ്പം ക്ഷേത്രങ്ങളും കാണും. ഇപ്പോൾ ശബരിമലയിലേക്കാണ് രാമുവിന്റെ യാത്ര. സേവ് ട്രീ സേവ് വാട്ടർ എന്ന സന്ദേശവുമായാണ് സഞ്ചാരം. मैं ये ट्रैवल मोटो पेड़ मत काटो पानी मत बर्बाद करो। मेरा नाम रामू है, आंध्र प्रदेश विशाखापट्टनम डिस्ट्रिक्ट से पूरा भारत देश साइकिल यात्रा अभी तक 2.5 साल हो गया। 2 साल 6 महीना से पर्यावरण यात्रा अभी तक 50,000 किलोमीटर, 32nd स्टेट केरला, इंडिया कंट्री, नेपाल कंट्री। अभी ऑन द वे में 12 ज्योतिर्लिंग, 18 शक्तिपीठ, छोटा चार धाम, बड़ा चार धाम, अभी अमरनाथ यात्रा कंप्लीट है। अभी शबरीमला जा रहे, केरला शबरीमला। आंध्र प्रदेश विशाखापट्टनम डिस्ट्रिक्ट से, मेरा उम्र 19 साल है। अभी मेन ट्रैवल मोटो पेड़ मत काटो पानी मत बर्बाद करो, इसलिए पूरा भारत देश साइकिलिंग कर रहे हैं। आपको 19 है ना बोला? 17 एज में राइड शुरू कर दिया। हाँ, अभी 19 है, अभी 19 प्लस है। हाँ, तो कभी खत्म हो जाएगा? अभी और 2 महीना लगेगा सर। पूरा खत्म हो जाएगा? पूरा तो कितना किलोमीटर मारो? अभी 50,000 हो गया। 50,000 किलोमीटर कंप्लीट है ये 2.5 साल से। ഒരു ദിവസം 10 മണിക്കൂറിൽ കുറയാതെ സൈക്കിൾ ചവിട്ടും. നിരപ്പായ റോഡാണെങ്കിൽ 100 കിലോമീറ്റർ താണ്ടും. ക്ഷേത്രങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലും പെട്രോൾ പമ്പുകളിലുമൊക്കെ ടെന്റ് ഒരുക്കിയാണ് രാത്രിയിൽ തങ്ങുന്നത്. ശബരിമല കഴിഞ്ഞാൽ തമിഴ്നാടും പോണ്ടിച്ചേരിയും ഒടുവിൽ ആൻഡമാനും സന്ദർശിക്കുകയാണ് ലക്ഷ്യം. 2 മാസത്തിനുള്ളിൽ യാത്ര പൂർത്തിയാക്കി നാട്ടിലെത്തി പഠനം തുടരുമെന്നും രാമു പറയുന്നു. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ കോട്ടയം ജില്ലയിൽപ്പെട്ട തൊഴിൽ രഹിതരായ 18-നും 45-നും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കായി സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. ജൂലൈ 10-ാം തീയതി മുതൽ ആരംഭിക്കുന്ന CCTV ടെക്നീഷ്യൻ, സോഫ്റ്റ് ടോയ്സ് മേക്കിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത്. ഒപ്പം ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുവാനായി 0481-230-3307 എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് വനിതാ ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 2 വർഷം, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് 1 വർഷം എന്നീ ട്രേഡുകളിലെ 2025 വർഷത്തേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. www.itiadmissions.kerala.gov.in എന്നീ വെബ്സൈറ്റ് വഴി SSLC പാസ്സായവർക്ക് ജൂൺ 20-നുള്ളിൽ അപേക്ഷിക്കാം. വിശദ വിവരത്തിന് 9463632118 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് യോഗ്യത +2, ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. 1 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളോടെ അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ നേരിട്ട് ഹാജരാകണം. വിശദ വിവരത്തിന്
72592412 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന. സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 9020 രൂപ, പവന് 72,160 രൂപ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ചെന്നിത്തല നവോദയ വിദ്യാലയത്തിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം. സംഭവത്തിൽ ഉൾപ്പെട്ട 6 വിദ്യാർത്ഥികൾക്ക് സസ്പെൻഷൻ. കുറ്റക്കാർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് SFI DYFI പ്രവർത്തകരുടെ പ്രതിഷേധം. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം ജലോത്സവം ജൂലൈ 9-ന്. ജലോത്സവത്തിന് പരമാവധി സർക്കാർ സഹായം ലഭ്യമാക്കുന്നതിന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് MP-യും MLA-യും. ഭാരത് ഖേദ് മസ്ദൂർ യൂണിയൻ കുട്ടനാട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മങ്കൊമ്പ് തെക്കേക്കര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.